ഇരുവറിലെ പാട്ടില്ലേ റഹ്മാൻ സാറിൻ്റെ പാട്രിയോട്ടിസം പാടുന്നത് സാറ് പാടുന്നത് കേൾക്കുമ്പോൾ അത് ശരിക്കും പാട്രിയോട്ടിസം അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നും. ഇപ്പോൾ റഹ്മാൻ സാറും ചില പാട്ടുകൾ പാട്രിയോട്ടിസം പാടുമ്പോൾ നമുക്ക് തോന്നും ഈ പാട്രിയോട്ടിസം ഇങ്ങനെയാണല്ലോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ പാട്രിയോട്ടിസം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും? patriotic feeling. ഒരു പ്രൗഡായിരിക്കും. हिंदुस्तानी नाम हमारा है, सबसे प्यारा देश हमारा है, जन्मभूमि है हमारी, शान से कहेंगे हम, सब ही तो भाई भाई प्यार से रहेंगे हम, भारत हमको जान से प्यारा है. Patriotism is not shouting. ഭാരത് ഭാരത് മാ അതിൽ ഇമോഷണൽ കണ്ടന്റ് ഇരിക്കണം വെൻ യു സേ ദാറ്റ്. ഓങ്കി ലൗഡ് ഇഫ് യു സേ ഇറ്റ് ഇസ് പാട്രിയോട്ടിസം അവിടെ ഒന്നുമില്ല. ജയ് ഹിന്ദ്, അതെ, ദാറ്റ് ഇസ് പാട്രിയോട്ടിസം. ഓരോ സോങ്ങിനെയും സമീപിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സാറിനോട് നിർദ്ദേശങ്ങൾ പറയും. പക്ഷേ നമ്മുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റും തലയിലുണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് പാടാനുള്ള അവസരങ്ങൾ തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലേ നമുക്കുള്ളത്? അതെന്തായി, ഐ ടെൽ യു, ഇൻ മൈ കേസ് ദ ഫസ്റ്റ് 10 songs establish Hariharan style. So music director has also thought of my style when they composed. അതെ, അത് കൺവീനിയൻ്റ് ആയി. Certain songs it was different. Then I used to learn that genre. Take some more time to sing those songs. സാർ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടും യങ്സ്റ്റേഴ്സുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ വരെ ദീപക് ദേവുമായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ? ഇപ്പോൾ ഒരു ലെജൻഡായിട്ട് വന്നു ഞാൻ പറയുന്നു, ഇപ്പം ഇവിടെ നീ ആർ ദ ബോസ്, മ്യൂസിക് ഡയറക്ടർ ഇസ് ദ ബോസ്. പറയൂ എപ്പടി, ഇഫ് ഇറ്റ് ഇസ് ഫൈൻ യു ഹാവ് ടു ഓക്കെ ഇറ്റ്. So I leave it to them. I'm a student there. I will learn their song, sing the way they want. Then they'll say, please improvise. Then I improvise. Otherwise, I don't improvise. Because it is their work. വർക്കിനോടുള്ള സിൻസിയറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് മലർകളെ പാടുമ്പോഴാണെന്ന് തോന്നുന്നു പനിയായിരുന്ന സമയത്ത് റഹ്മാൻ സാർ പാവമല്ലേ? അല്ല, അപ്പം എന്താ സാറ് പറഞ്ഞു? റഹ്മാൻ സാർ എന്താ പറഞ്ഞു? റഹ്മാൻ സാർ വെച്ചാൽ, ഹരി, God is there. Let us try. நல்லா இருக்கு. ஒரு 2 times I sang. It is beautiful. It is very nice to listen. Natarajan sir was the producer. So அவரும் சொன்னார், நல்லா இருக்கு ஹரி, நல்லா இருக்கு சொன்னார். Then we took the song. ഭയങ്കര പണി എനിക്ക്. ഫാമിലിയെ കുറിച്ച് പറയൂ സാർ. ഇപ്പോൾ കേരള കണക്ഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പാവിടെ ഫുൾ ഫാമിലി തിരുവനന്തപുരത്തായിരുന്നു. അമ്മയാണ് തിരുനെൽവേലിയാണ്. പക്ഷെ രണ്ടുപേരും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ടീച്ചറായിരുന്നു. അപ്പ വന്ന് ഈസ് എ പ്രൊഫസർ ഓഫ് മ്യൂസിക്. ഹി ലേൺ മ്യൂസിക് ഫ്രം സ്വാതി തിരുനാൾ സ്കൂൾ, ഫസ്റ്റ് ബാച്ച്. വെൻ ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ദാറ്റ് അവിടെ പഠിച്ചിട്ട് he became a graduate in music. And my mother learned music from my father. അതടിപൊളി. And then they had their own school of music, South Indian School of Music. So ബോംബെയിൽ. അപ്പോൾ സാർ കർണാട്ടിക് അങ്ങനെയാണോ പഠിച്ചത്? ആമാം, ബോംബെയിൽ. ജനിച്ചത് ബോംബെയിലാണ്. ഹിന്ദുസ്ഥാനി കണക്ഷൻ പിന്നെ 73 I met ഗുലാം സുഹാസ്, പഠിച്ചു. ഇപ്പോൾ ഗസൽസ് പല മൂഡിലുണ്ട്. ഇപ്പോൾ സാറിനോട് ഏതെങ്കിലുമൊക്കെ മൂഡ് പറഞ്ഞാൽ അത് സാർ മനസ്സിൽ വരുന്നൊരു ഗസൽ പറയോ? ഇപ്പോൾ വിരഹമാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ വരുന്ന ഗസൽ ഏതായിരിക്കും? ക്യോं ഹമേं മൗത് കെ पैगाम दिए जाते हैं, ये सजा कम तो नहीं है कि जिए जाते हैं, क्यों हमें मौत. सगरे सनि धनि रे ग മഗര ഗ മദ മഗ പഗ മര ഗര ഗ ക്യോं ഹമേ മൗത്. അല്ല, കുറച്ചുകൂടെ ദുഃഖം. ഗം ബഡേ ആത്തെ ഹൈ കാതിൽ की निगाहों की तरह,
तुम छुपा लो मुझे ए दोस्त गुनाहों की तरह, गम बड़े आते हैं कातिल की निगाहों की तरह. അപ്പോൾ പിന്നെ ഇനി പ്രണയവും കൂടെ എക്സ്പ്രസ് ചെയ്യാം. പ്രണയം, ലവ്, പ്യാർ. प्यार. हुस्न को चांद जवानी को कंवल कहते हैं, उनकी सूरत नजर आए तो गजल कहते हैं. हुस्न को चांद जवानी को कंवल कहते हैं. ഒരു പക്ഷേ സാറിൻ്റെ ഈ ഇംപ്രവൈസേഷൻസിന് ഇണങ്ങുന്ന ഖയാൽ അല്ലെങ്കിൽ ഗസലിൻ്റെ ഏരിയ ഒരു പക്ഷേ ഹിന്ദുസ്ഥാനി കർണാട്ടിക് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ചെറിയ ലിബറൽ ആയിട്ടുള്ളൊരു ഫ്രീഡം തരുന്നത് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റിവിറ്റി കൂട്ടുന്നുണ്ടോ? സാറിൻ്റെ ഒരു മ്യൂസിക്കൽ നോളജ് വെച്ചിട്ട് എന്താണ് അതിനെപ്പറ്റി? അല്ല, ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്രിയേറ്റീവാണ്, കർണാട്ടിക് മ്യൂസിക് വെരി ക്രിയേറ്റീവ്. അവിടെ റിജിഡിറ്റി ഈസ് സാഹിത്യം. You don't do anything with the സാഹിത്യം. അതാണ് ഇറ്റ് ഈസ് ഓൾ കമ്പോസ്ഡ് ബൈ ദ ഗ്രേറ്റ് സെയിൻസ് ത്രിമൂർത്തി. അത് അവിടെ വെച്ചിട്ട് യുവർ ഇംപ്രവൈസേഷൻ കംസ് വെൻ യു ആർ ഡൂയിങ് സ്വരം, ഓർ വെൻ യു ആർ ഡൂയിങ് യുവർ നെരവൽ, ഓർ വെൻ യു ആർ സിംഗിങ് യുവർ രാഗം. അവിടെ ഒരു റിജിഡിറ്റി கிடையாது, മനസ്സ് പോലെ പാടും. ബട്ട് அந்த ராகத்தில் பர்ஃபெக்டாக இருக்கணும், பியூராக இருக்கணும். ஸோ ரிஜிடிட்டி ஒன்லி ஆஸ் ஃபார் as யுவர் கம்போசிஷன் இஸ் கன்சர்ன். அதனால கல்பனா ஸ்வரா, கல்பனா ராகம் எல்லாம் உண்டு இல்லை. கல்பனா விக்கம்ஸ் யூ கேன் யூஸ் யுவர் ஓன் ഇമാജിനേഷൻ. സെറ്റിൽ അത്. അതുപോലെ ആൻഡ് ഇവിടെ ഒന്ന് ഇന്നൊരു കീർത്തനത്തിൽ താളം വെരി ടൈറ്റ് ഉണ്ട്, ലയം ரொம்ப ടൈറ്റാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. ആൻഡ് ശബ്ദം കൂടെ ദ വേ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓൾസോ വെരി ലയ ഓറിയൻറ്റഡ്. സോ അത് ഫോളോ ചെയ്യണം. സമ്പ്രദായ ഉരുപ്പിടി, ദ വേ യു സിങ് യു ലേൺ, അതിൽ റിജിഡിറ്റി ഉണ്ട്. ഹിന്ദുസ്ഥാനിയിൽ ശബ്ദം കുറച്ചിലാണ്, ഖയാലിയോ ഒരു ലൈൻ ഒരു അന്തരാണ്. സോ യു ഹാവ് മോർ ഫ്രീഡം ടു, you have more scope lyrically. You can do so many things with that's two lines basically. So these are two different modes of music, I would say. ഇതിന് രണ്ടിൻ്റെ സാഹിത്യം നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഹിന്ദുസ്ഥാനി പ്രണയത്തെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച്, കാരണം അതിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് മോസ്റ്റ്ലി ഗ്രൂ അപ്പ് ഇൻ കോട്ട്സ്. രാജാമാരുടെ നവാബോടെ കോട്ട്സിലാണ്. സോ ഇറ്റ് വാസ് മോർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അതിൽ ധ്രുപദ് ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ, അതിൽ ഒരു സെക്ടർ ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ, ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ശൃംഗാർ ഓറിയൻറ്റഡ് ഓർ സ്പിരിച്വലിസം. ദിസ് റംഗ് ഉണ്ട് അതിൽ ജാസ്തി. നമ്മ കർണാട്ടിക് മ്യൂസിക് ഹാസ് ഗ്രോൺ അപ്പ് ഇൻ ടെമ്പിൾസ്. അതെ, ഇറ്റ് ഈസ് മോർ റിലീജിയസ്. വാദാബിയൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ഇനി വാദാബി അങ്ങനെ തന്നെയാണല്ലോ സാഹിത്യം ചിട്ടപ്പെടുത്തിയതും, അങ്ങനെ തന്നെയാണ്. ഇനി നമുക്കത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ എതുക്ക്, വേറൊന്നും പണ്ണ്. അതെ, why do you have to touch that? You do something else. അതെ അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ സ്വാതന്ത്ര്യം രണ്ടിലുണ്ടെന്നാണ് സാർ പറയാൻ ശ്രമിച്ചത്. ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ്, ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഉണ്ട്. കൽപ്പന രണ്ടത്തിലും ഉണ്ട്, ഡെഫിനറ്റ്. ഒരു അത്യാവശ്യം യാത്രയുണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മ്യൂസിക്കുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഒരു ഭയങ്കര ഒരു ലേണിംഗ് സ്റ്റേജ് ഉണ്ട് ശരിക്കും. ഏതാണ് പഠിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുന്നൊരു കാലം, ആ കാലത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ശരിക്കും? അല്ല, ഇറ്റ് വാസ് പാഷൻ. കർണാട്ടിക് മ്യൂസിക് കൊണ്ട് എനിക്കിപ്പോൾ ഹിന്ദുസ്ഥാനി കற்றுക്കണം. സോ അതൊന്നുമില്ല, അത് സിംഗിങ് പ്ലേ ബാക്ക് സിംഗർ ആണമോ അവിടെ ഒന്നും ആഗ്രഹമുണ്ടില്ല. അത് ടുക്ക് ഷേപ്പ് ആഫ്റ്റർ 4 years ഡ്യൂറിങ് 76-77 ഇറ്റ് ടുക്ക് ഷേപ്പ്. ഒരു കോമ്പറ്റീഷൻ, സൂർസിംഗാർ സംസദ് കോമ്പറ്റീഷനിൽ ഐ ഗോട്ട് എ പ്രൈസ്. അവിടെ നിന്ന് ഫസ്റ്റ് ഫിലിം കിട്ടി, ഗമൻ. അവിടെ നിന്ന് തുടങ്ങി. ഇനിയിപ്പോൾ മനസ്സിനകത്ത് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ സൺ അക്ഷയ് ഹരിഹർ, അതെ, അവിടെ ഐ എം ഡൂയിങ്, ഹീ ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് ട്രാൻസ് മ്യൂസിക് ആൻഡ് EDM, ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്. അവർ കൂടെ ഒരു
കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്.